ഷാർജ പെൺവാണിഭ കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായ രണ്ടാം പ്രതി കാസർഗോഡ് സ്വദേശി അഹമ്മദിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. പന്തളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇയാളെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത്. 2007 രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് അന്വേഷണം ഊർജിതമായത്. കാസർഗോഡ് ആലമ്പാട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അഹമ്മദ് പിടിയിലായത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ ആദ്യം കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിൽ അഹമ്മദ് അടക്കം 2 പ്രതികളാണ് ഇതുവരെ പിടിയിലായത്. ആദ്യം പിടിയിലായ ഒന്നാം പ്രതി സൗദയുടെ മകൾ ഷെഹിയയുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തെ കൂടി നീട്ടി. പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് ഷാർജയിലെത്തിച്ച് പെൺവാണിഭ സംഘത്തിന് കൈമാറുന്നതായി പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയാണ് പരാതി നൽകിയത്. 2007 പരാതിക്കാരിയായ യുവതിയെ സൂപ്പർമാർക്കറ്റിൽ സെയിൽസ് ഗേളായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അയൽവാസിയായ സ്ത്രീ ഷാർജയിലേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് ഇവരെ സെക്സ് റാക്കറ്റിന് കൈമാറിയെന്നാണ് കേസ്. ബന്ധുക്കളുടെയും എംബസിയുടെയും ഇടപെടലിനെ തുടർന്നാണ് യുവതി തിരികെ നാട്ടിലെത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോലിക്കായി ഷാർജയിലെത്തിച്ച 300ഓളം പെൺകുട്ടികൾ പെൺവാണിഭ സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടതായാണ് യുവതി പറയുന്നത്. 2007 കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികളുണ്ടായില്ല. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് പരാതിക്കാരി കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം IG കെ പത്മകുമാർ നടത്തിയ അന്വേഷണത്തിൽ ലോക്കൽ പോലീസ് ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 CIമാരടക്കം 7 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനിടെ പരാതിക്കാരിക്ക് നേരെ വധഭീഷണിയും ഉയർന്നിരുന്നു. പുറത്തിറങ്ങിയാൽ വാഹനമിടിച്ച് കൊലപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. ന്യൂസ് ഡെസ്ക്